എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രെഡ് കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന കുറച്ച് എരിവോടുകൂടിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ബ്രെഡ് കൊണ്ട് ഏകദേശം 4 പേർക്ക് സെർവ് ചെയ്യാനുള്ള സ്നാക്സ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഈ ബ്രെഡ് എല്ലാം ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. കത്തി ഉപയോഗിക്കാതെ കൈ ഉപയോഗിച്ച് തന്നെ ഇതുപോലെ ഒന്ന് ചെറുതായി മുറിച്ചെടുത്താൽ മതിയാവും. ബ്രെഡ് എല്ലാം ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിനായിട്ട് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചതും 3 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 3 ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ബ്രെഡിൽ ആവശ്യത്തിന് ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നീട് നോക്കിയിട്ട് ചേർത്താലും മതിയാവും. ഇതിപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം. കടലമാവിന് പകരമായിട്ട് മൈദ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാവുന്നതാണ്. എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഷേപ്പാക്കി എടുക്കാം. കൈ മാവിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായി വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം കുറച്ചെടുത്ത് ഉരുളയാക്കി ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഷേപ്പ് ചെയ്ത് റെഡിയാക്കി വെക്കണമെന്നില്ല. ഷേപ്പ് ചെയ്ത ഉടനെ തന്നെ നേരിട്ട് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിലോ വെളിച്ചെണ്ണയോ ഏതിൽ വേണമെങ്കിലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ബോൾസ് എല്ലാം ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചാൽ കൂടുതൽ എണ്ണ കുടിക്കാനും കൂട്ടി വെച്ചാൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറഞ്ഞ ഓയിൽ ഉപയോഗിച്ച് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതുപോലെ ചെയ്യാതെ കൂടുതൽ ഓയിൽ ഉപയോഗിച്ച് ഡീപ് ഫ്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട ശേഷം അടുത്ത സൈഡ് കൂടി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്ത സൈഡ് കൂടി ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടിയാൽ എല്ലാ വശങ്ങളും ഒരേപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ സ്നാക്ക് എല്ലാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് അധിക സമയം ഓയിലിലിട്ട് കരിഞ്ഞു പോകാതിരിക്കാനായി ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഓയിലിൽ നിന്നും കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ അതിലൊന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.